ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാർ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഒരു 12 വെളുത്തുള്ളി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അതുപോലെ കായത്തിൻ്റെ കട്ട ശകലം എടുത്തിട്ട് അത് എണ്ണയിലിട്ട് മൂപ്പിച്ച് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാങ്ങയാണ്. ഇവിടെ ഞാൻ വളരെ ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ചു. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 8 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഇട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് കടുകാണ്. 1 ടീസ്പൂൺ കടുക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ഉലുവായും തരിതരിപ്പായി ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. അതും ഒന്ന് മൂപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് സിമ്മയിലായിരിക്കണം, അല്ലെങ്കിൽ ഗ്യാസ് ഓഫാക്കി മാറ്റി വെച്ചിട്ട് വേണം ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ആ അച്ചാറിൻ്റെ മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് മാറ്റി വെച്ചിരുന്ന കായത്തിൻ്റെ ശകലം പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇളകി കൊടുത്തിട്ട് പിന്നീട് അതിലേക്ക് 1 ടീസ്പൂണ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ അച്ചാറിൻ്റെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം വരും. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ആ മസാല നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഉപ്പുകല്ലാണ്. മസാല അങ്ങനെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാങ്ങയാണ് ഞാൻ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. മാങ്ങ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് ഓഫാണ്. അതുപോലെ മസാല നന്നായിട്ട് തണുത്തിരിക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ചൂടത്ത് ആ മാങ്ങ വെന്ത് പോകും. അപ്പോൾ ആ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനെക്കാട്ടും നല്ല അച്ചാർ ശകലം കടിക്കാനൊക്കെ കിട്ടണം. അതാണ് ഏറ്റവും നല്ലത്.
മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ മൂപ്പിച്ചെടുത്ത് വെച്ച കായത്തിന് കുറച്ചുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് കായം ചേർത്ത് നല്ലൊരു മണമായിരിക്കും ആ അച്ചാറിന്. എന്നിട്ട് ഞാൻ ഒരു കുപ്പിയിൽ നല്ലതായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ച ഒരു കുപ്പിയിൽ ഇട്ട് വെക്കുന്നുണ്ട് അച്ചാർ. നമ്മൾ എപ്പോഴും അച്ചാറിട്ട് വെക്കുമ്പോൾ നല്ലതായിട്ട് കഴുകി വൃത്തിയായ ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്ലാസ് ജാറിലായിരിക്കണം വെക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൽ ഒന്നും വെക്കുന്നത് കഴിവതും ഒഴിവാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ശകലം നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.